ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ പറഞ്ഞത് കേട്ട് മിത്ര മിഥുനെ കടത്തിയിരിക്കുന്ന മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആദ്യം മിത്രമോള് തന്നെ പോയി കാണട്ടെ എന്നാണ് ബാലന്റെ ഓർഡർ. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, മിത്ര അവിടെ നിൽക്കാൻ പറയണം, ആദ്യം നമുക്ക് അച്ഛനോട് സംസാരിക്കാം, എന്നിട്ട് മതി എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു, എന്താ മോളെ എന്നോട് ഇത്ര സംസാരിക്കാനായിട്ട്? അച്ഛൻ വന്നേ, ഞാൻ ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഞാനും വരുമെന്ന് പറയാം. അമ്മ വരണ്ട, അമ്മയോട് എന്നാ മതി. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ എന്ന് പറയണം. അങ്ങനെ ബാലനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. മീനാക്ഷി മിത്ര ശ്രീദേവിയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ബാലനോട് മീനാക്ഷി പറഞ്ഞു, അച്ഛന്റെ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, പക്വതയും പാകതയും എല്ലാം വന്ന ഒരാളാണ്. കാരണം കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അച്ഛൻ എന്തിനാ ഇങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്? അത് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. സത്യം പറയച്ചാ, ആ ചെറുപ്പക്കാരന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, അത് പിന്നെ സെബാസ്റ്റ്യൻ എന്നാന്ന് പറയണേ. സെബാസ്റ്റ്യനോ? അച്ഛാ, അച്ഛൻ ഞങ്ങളോട് കള്ളത്തരം പറയണ്ട. അച്ഛൻ ഓരോ തവണ ഓരോ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീദേവി പറഞ്ഞു, ഇത് കൊള്ളാലോ എന്നുള്ള ഇതില് ബാലനെ നോക്കുകയാണ്. ഈ സമയത്ത് മിത്ര ചോദിച്ചു, അല്ലെങ്കിലേ അങ്കിൾ എന്താ ഞങ്ങളുടെ അടുത്ത് എന്താ കള്ളം പറയുവാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുക. കള്ളം? ഞാൻ കള്ളം പറഞ്ഞില്ലേ? ഞാനാണ് കള്ളം പറഞ്ഞ് ഒറ്റ ഓണത്തിന് ഞാൻ വെറുതെ പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഒരു നിമിഷം മിത്രയൊക്കെ ഞെട്ടി തരിച്ചിരിക്കുകയാണ്. ശ്രീദേവി ആദ്യമാണ് ബാലന് ഇത്രയുള്ള ദേഷ്യം ഒന്ന് കാണുന്നത് തന്നെ. ഈ സമയത്ത് ബാലൻ പെട്ടെന്ന് അതേ ഇതിൽ തന്നെ തിരിഞ്ഞു ഒരു സൈക്കോ ബാലനായിട്ട് മാറുവാണ്. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കെയറിങ്ങോടുകൂടി അവരോട് സംസാരിക്കും. പിന്നീട് അതേ ബാലൻ തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ എല്ലാരും പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനുണ്ടല്ലോ, വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ആ സമയത്ത് മിത്ര ചോദിച്ചു, എനിക്ക് പേടിയൊന്നും ആയില്ല അങ്കിളെന്ന് പറയണം. പേടിയായില്ല, നിന്നെയൊക്കെ പേടിപ്പിക്കാൻ എനിക്കറിയാന്ന് ബാലൻ മനസ്സിൽ പറയാം. അപ്പോഴേക്കും മീനാക്ഷി സത്യം പറ അങ്കിളെ, അങ്കിൾ എന്താ ഇങ്ങനെ? ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. അതെ പേടിക്കാനൊന്നുമില്ല, ആ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നല്ല കാര്യമല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിക്കേണ്ടതായ യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മീനാക്ഷിക്കും മിത്രയ്ക്കും അവർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ബാലൻ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശം വന്നിട്ട് എന്തായി കാര്യങ്ങൾ എങ്ങനെയായെന്നൊക്കെ ചോദിക്കുകയാണ്. ആ പോയ ബാലൻ അങ്ങോട്ട് തിരികെ വന്നിട്ട് ആഹാ നീ വന്നായിരുന്നോ? എന്നിട്ടോ ഇതെവിടെയായിരുന്നു ആകാശേ? കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞില്ലോ, കളക്ഷനൊക്കെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ബാലച്ചൻ പ്ലേറ്റ് മാറ്റുവാണോ? പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അതെ കടയിലെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഞാൻ ബാലച്ചന്റെ മുറിയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ആകാശ് ചോദിച്ചു, അച്ഛൻ ഏതോ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മുറി താമസിപ്പിച്ചിരിക്കുന്നത്, അത് ഏത് ചെറുപ്പക്കാരനാന്ന് ചോദിക്കാം. ചെറുപ്പക്കാരൻ ഏതാ എന്താന്നൊക്കെ അറിയണമെങ്കിൽ നീ കയറി നോക്കണ്ടേ? നീ കയറി നോക്ക ആകാശ് കയറി നോക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ ഉള്ളില്. ബാലനും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ആരും മുറിയിലേക്ക് കയറി നോക്കുന്നില്ലോ, അതിൻ്റെതായ ഒരു ടെൻഷൻ ബാലനുണ്ടായിരുന്നു താനും. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, കയറി നോക്കുന്നൊക്കെ നിക്കട്ടെ, ആദ്യം അച്ഛൻ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. ആ സമയം ആകാശം സത്യം പറച്ചാ ആരാതെ എന്താ ഏതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോടാ എന്റെ കൂട്ടുകാരന്റെ മോനാന്ന്, അതിൽ കൂടാൻ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം. അച്ഛാ മനുഷ്യ ആകെപ്പാടെ അല്ലെ തന്നെ ഭ്രാന്ത് പിടിച്ച് ഇരിക്കോട്ടോ ഇവിടെ, ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകേണ്ട വരും എന്നിങ്ങോട്ട് പറയാൻ വരുമ്പോഴത്തേനും ബാലൻ ഭയങ്കര ദേഷ്യപ്പെടുവാണ്. അതെ ഇവിടുത്തെ കാര്യം പറയുമ്പോ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി, അതിന്റെ ഇടയ്ക്ക് വേറുള്ളവരുടെ കാര്യമൊന്നും എടുത്തേണ്ട കാര്യമില്ല, വേറെ വീട്ടുകാരെ ഇതിനകത്തേക്ക് വലിച്ചൊഴിക്കാൻ വേണ്ട, പറഞ്ഞ കേട്ടല്ലോ നിന്നെയൊക്കെ ശരിയാക്കൂന്ന് പറയണം. ഒരു നിമിഷം ഒരു മുട്ടുസൂചി വീണ കേൾക്കാവുന്ന നിശബ്ദയായിപ്പോയി അവിടെ. ബാലന്റെ ഈ ഉഗ്ര സ്ഫോടനം പോലുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ഞെട്ടിപ്പോയി. ആകാശിനോട് ദേഷ്യപ്പെടുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ സമയത്ത് മിത്ര ചോദിച്ചു, അല്ല അങ്കിൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരണമെന്ന് ചോദിക്കും. പെട്ടെന്ന് ആകാശിന്റെ അടുത്ത് നിന്നിട്ട് ബാലൻ പറഞ്ഞു, അതെ ആകാശേ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞേട്ടോ, നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞെന്നുള്ളൂ, അത്ര നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ആകാശിനെ മീനാക്ഷിക്കോ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പം വീണ് കഴിഞ്ഞപ്പോ തലയ്ക്ക് അടിയേറ്റിട്ട് എങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ എന്നൊരു ചിന്തയൊക്കെ ശ്രീദേവിയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് കണക്ക് കൂട്ടിയിട്ട് ശരിയാകുന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് പാഞ്ഞു പെറുക്കി വന്നു. ഗോമതി വന്നിട്ട് കണ്ടോ ബാലേട്ടൻ സ്വഭാവം പെട്ടെന്ന് മാറുന്ന കണ്ടോ? ഇരിക്കുന്ന ഇരിപ്പ് ബാലേട്ടൻ ദേഷ്യപ്പെടുവാണ്. പിന്നീട് ബാലേട്ടൻ ഭയങ്കര ശാന്തരായിട്ട് സംസാരിക്കും. ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട കേട്ടോ എന്ന് പറയാണ്. അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, ഗോമതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ടതായ ഒരു കാര്യമില്ലെന്ന് പറയണം. ടെൻഷൻ അടിക്കേണ്ട പോലും ഞാനേ
ബാലേട്ടന്റെ ഭാര്യ. എന്റെ അടുത്ത് ബാലേട്ടൻ കള്ളത്തരം പറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇതൊക്കെ വെറും കള്ളത്തരം പറയുന്നതെന്ന് പറയണം. ഈ സമയം ബാലൻ മനസ്സിൽ പറഞ്ഞു, കള്ളത്തരം കാണിക്കുന്നേ ഞാനല്ലടി, നീയൊക്കെ ചേർന്ന നിന്റെയൊക്കെ കള്ളത്തരം പൊളിക്കൂന്ന് പറയണം. സൈക്കോ എന്ന് പറഞ്ഞ വലിയ സൈക്കോ ആയിട്ടാ ബാലൻ ആ സമയത്ത് അവിടെ നിൽക്കുന്നത് തന്നെ. പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ആകാശും മീനാക്ഷിയും മിത്ര അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. ബാലന് എന്തു പറ്റിയെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ബാലന്റെ സ്വഭാവം ഓന്തിന്റെ സ്വഭാവം മാറുന്ന പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി എന്ത് ചെയ്യണം, നേരെ ബാലന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബാലന്റെ അടുത്ത് നിന്നിട്ട് ബാലനോട് പറഞ്ഞു, അല്ല ബാലേട്ടാ, കൂട്ടുകാരന്റെ പേര് പറഞ്ഞു, കൂട്ടുകാരുടെ പേര് പറഞ്ഞില്ല, കൂട്ടുകാരുടെ പേരെന്താന്ന് ചോദിക്കുക. ബാലൻ ചോദിച്ചു, കൂട്ടുകാരുടെ പേരോ? അല്ല കൂട്ടുകാരി കാണുമല്ലോ. ഇപ്പൊ ബാലൻ പറഞ്ഞു, അതെ നീ എന്നെ തെറ്റിദ്ധരിക്കില്ല, നീ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യരുതെന്ന് പറയണേ. ഞാൻ ദേഷ്യപ്പെടാണ്, എന്തിനാ ദേഷ്യപ്പെടുന്നത്? അപ്പോഴേക്കും ആകാശം മീനാക്ഷിയും മിത്ര അവരെല്ലാരും കൂടെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്, എന്താ അമ്മയോട് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടുകാരുടെ പേര് അംബുജാഷി എന്ന് പറയണേ. അംബുജാഷിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മീനാക്ഷിയോട് മിത്ര ചോദിച്ചു, അല്ല അംബുജാഷി എന്ന പേരോ? അത് പഴയ പേരാണല്ലോ എന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് ബാലനൊരു മൂളിപ്പാട്ടും പാടി അങ്ങോട്ട് പോവാണ്. ഗോമതിക്ക് സമനില പറ്റി. അംബുജാഷി കണ്ടു, അംബുജാഷിനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഗോമതിക്ക് സമനില തെറ്റിയിട്ട് ഗോമതി അങ്ങോട്ടേക്ക് വന്ന് ടേബിളിൽ ഇരിക്കുവാണ്. പിന്നീട് ആകാശം മീനാക്ഷി മിത്ര എല്ലാം കൂടെ വന്നു പറഞ്ഞു, അതെ കണ്ടില്ലേ പേര് പറഞ്ഞിട്ട് പോയത് കേട്ടോ, അംബുജാഷിന്ന്. ഇനിയിപ്പം അടുത്ത ദിവസം ഇനിയിപ്പോ താമരാശിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഇനിയിപ്പോ എത്ര അംബുജാഷിമാരുണ്ട് താമരാശിമാരുണ്ടെന്നും പറയാൻ പറ്റില്ല. അവരുടെ ഓരോരോ മക്കളും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഈ വീട്ടിൽ ഒന്നും അല്ലാതായി തീരും എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ദേ വെറുതെ അമ്മ അച്ഛനെ സംശയിക്കാൻ പോണ്ട കാര്യമില്ല. അച്ഛൻ അങ്ങോട്ട് തെറ്റും ചെയ്യുന്നവനല്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം കോമതിർ, നിങ്ങളൊക്കെ കേട്ടതാണല്ലോ കൂട്ടുകാരുടെ പേര് പറഞ്ഞ് അംബുജാഷിന്ന്. കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു നോക്കിയേ, ആ പേര് മാറ്റിയിട്ട് വേറെന്തേലും പേര് പറയും. അതാ എനിക്ക് മനസ്സിലാകത്തെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അപ്പച്ചി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഇങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങോട്ടേലും പോവാ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, ദേ അപ്പച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പച്ചി ഒരിടത്തേക്കും പോകുന്നില്ല, നമ്മളെല്ലാരും ഒറ്റ കെട്ടാ. അപ്പച്ചിനെ ഇവിടുന്ന് ഒരിക്കലും ആരും ഇറക്കി വിടാൻ പോകുന്നില്ല എന്ന് പറയണം. ഉറപ്പാണല്ലോ, നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ നിൽക്കുമല്ലോ ഉറപ്പായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെല്ലാം ഗോമതിക്ക് കൈ കൊടുക്കുവാണ്. പിന്നീട് ശ്രീദേവി നേരെ ആനന്ദിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആനന്ദ് ആ മുറിയിൽ കിടക്കുന്ന ബഹളം ഒന്നും അറിയുന്നില്ലായിരുന്നു, മുറി നടക്കുന്നത്. അപ്പൊ അതിന് മാത്രം ആനന്ദ് അവിടെ മുറി കയറി അടച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, ആനന്ദേട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്ത് കാര്യങ്ങള്? അതെ ബാലച്ചനൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു. ചെറുപ്പക്കാരനെ? ഏത് ചെറുപ്പക്കാരൻ? അതൊന്നും അറിയത്തില്ല, ആരാ എന്താണെന്നും അറിയത്തില്ല. അതിനെക്കുറിച്ച് ചോദിച്ചോണ്ടിരിക്കുക. അതെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അമ്മ അതേക്കുറിച്ച് ഓർത്തിട്ട് ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലാന്ന് പറയണം. ആഹാ അങ്ങനെയാണ്, അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ തന്നെ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ശ്രീദേവി കയ്യെ പിടിച്ചു, എന്റെ ആനന്ദേട്ടാ ഒരു പ്രശ്നം ഇപ്പൊ തൽക്കാലത്തേക്ക് ഉണ്ടാക്കണ്ട, സമാധാനത്തോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതെ ആനന്ദേട്ടൻ അവിടെ ഇരിക്കുക, നമുക്ക് പറഞ്ഞു തീർക്കാം. ഞങ്ങൾ ആദ്യം ഒന്ന് സംസാരിച്ചൊന്ന് തീരുമാനിക്കട്ടെ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. എനിക്ക് ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണ്ടേ, തൽക്കാലത്തേക്ക് കാണണ്ടാന്ന് പറയണം. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആനന്ദേട്ടൻ വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അറിയാലോ ബാലച്ചന്റെ സ്വഭാവം എന്ന് പറയാണ്. അങ്ങനെ ആനന്ദിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് വീണ്ടും ശ്രീദേവി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുകയാണ്. മിത്ര പറഞ്ഞു, എനിക്ക് തോന്നില്ല അങ്കിള് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത്, കാരണം അങ്കിൾ എന്തോ ഡ്രാമ കളിക്കുന്ന പോലെ എനിക്ക് തോന്നണേന്ന് പറയണം. മീനാക്ഷി ചാന്ത അല്ല എന്തോ ഒരു നാടകം കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടല്ലേ പേരൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറയണമെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, അത് ശരി തന്നെയാ, എന്തോ ഒരു നാടകം കളിക്കുന്ന പോലെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അല്ല നമ്മളോട് എല്ലാവരും കയറി കാണാൻ പറഞ്ഞല്ലോ, അതെന്തിനാ മനസ്സിലാകത്തെ? നമ്മളൊക്കെ എന്തിനാ ചെറുപ്പക്കാരനെ കയറി കാണുന്നതെന്ന് ചോദിക്കണം. ഇത് കേട്ടോണ്ട് ശ്രീദേവി പറഞ്ഞു, അത് ശരി തന്നെയാ, അവനെ കണ്ടാൽ തന്നെ പേടിയാവും, കോമേലാന്നൊക്കെ പറയുന്നു. പക്ഷെ അവന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ട് എനിക്കങ്ങോട്ട് എന്തോ പോലെ തോന്നുന്നു പറയണം. അപ്പൊ ഈ കോമയിലുള്ള ആള് എങ്ങനെയാണ് ഇങ്ങനെ നോക്കുന്നത് ചിരിക്കുന്നത്, അതെങ്ങനെയാന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം ശ്രീദേവി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ എങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ കിടന്നിട്ട് ശ്രീദേവിയെ നോക്കിയിട്ട്. ആ സമയത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ കയറിയെന്ന് പറയണം. അമ്മ എന്തിനാ അമ്മ വീണ്ടും ആ മുറിയിലേക്ക് ഇന്ന് കയറിയത്? അമ്മയോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് മീനാക്ഷി പറയാ. പോവാതിരിക്കുന്ന എങ്ങനെയാ മോളെ, ഞാൻ അങ്ങോട്ട് പോയി നോക്കി, ബാലേട്ട അതേ മൂക്കും കണ്ണു നോക്കിയ എനിക്ക് ഉറപ്പാന്ന് പറയണം. അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, അപ്പച്ചി ഒന്ന് സമാധാനിക്കാൻ പറയണം, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കണ്ടു, ഞാൻ ആ വരാന്തയിൽ എവിടെയെങ്കിലും പോയി കിടന്നോളാം,
ഞാൻ ആ മുറിയിലേക്ക് പോലും പോകുന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തിനാ വരാതെ പോയി കിടക്കണമെന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, അപ്പച്ചി എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറയണ. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും വരാം അങ്ങോട്ടേക്ക് എന്ന് പറയണം. നമുക്ക് 3 പേർക്ക് അവിടെ കിടക്കാം. ശ്രീദേവി പറഞ്ഞു, 4 പേർക്ക് കിടക്കാൻ ആ കട്ടിലെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാനും കൂടെ വന്നോളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, തൽക്കാലത്തേക്ക് എന്താണെങ്കിലും അത് വേണ്ടാന്ന് പറയണം. അങ്ങനെ അവരാ കാര്യത്തിൽ കോംപ്രമൈസ് ആക്കി. പിന്നീട് മിത്ര ആരിനെ വിളിക്കണം. ആരിനെ വിളിച്ചു ആരും ചോദിച്ചു, അല്ല മിത്രേ, നീ എന്തിനാ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? ഞാനൊരു ഓട്ടം വന്നല്ലേന്ന് ചോദിക്കും. അതേ ആര്യ, പിന്നെ ആരും നേരത്തെ വരുമോന്ന് ചോദിക്കും. ഇതെന്തിനാ എപ്പോഴും ചോദിക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആണെങ്കിൽ അങ്കിളിന് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അങ്കിളിന് എന്തൊക്കെയോ മനമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആരും കൂടെ വന്നിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ടെന്ന് പറയണം. ആണോ? അങ്ങനെയാണ്, നേരത്തെ എത്തിയേക്കാന്നൊക്കെ പറയണം. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് മിത്ര കോള് കട്ട് ചെയ്യണം. ആ സമയം ആരിന്റെ കൂട്ടുകാരൻ ചോദിച്ചു, എന്താ ആര്യ, ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നല്ലോ, അതുകൊണ്ടാണല്ലോ എപ്പോഴും എപ്പോഴും വിളിക്കണേന്ന് ചോദിക്കാം. ആ സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേങ്കിൽ അവിടെ വേറെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ നേരത്തെ ചെല്ലുവോ എന്നൊക്കെ ചോദിക്കണേന്ന് പറയണം. പിന്നീട് ആര്യന് ഫോണിനകത്തുനിന്നൊരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അതും ഇതിന്റെ ആയിരുന്നു. ഇവനെ അറിയുമോന്ന് ചോദിക്കുക. ആ, ഇവന്റെ ഫോട്ടോ നേരത്തെ ചേട്ടൻ എന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയത്തില്ലെന്ന്. അല്ല, ഇവനെ അന്വേഷിച്ചല്ലേ ചേട്ടൻ പോയത്, എന്നിട്ട് കണ്ടെത്തിയെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം. എന്നാ ശരി, നമുക്ക് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവര് വീണ്ടും ഓട്ടം പോകണം. അപ്പൊ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടപ്പോഴാണ് അവര് ഇങ്ങനെ സംസാരിച്ചത്. ഈ സമയത്ത് പിന്നീട് മിത്രയുടെ അടുത്തേക്ക് ബാലൻ വരുവാണ്. മിത്രനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബാലൻ പറഞ്ഞു, അതെ, ഒരു കാര്യം പറയാനുണ്ട് മോളെന്ന് പറയാ. എന്താ അങ്കിളെ? അങ്കിള് എന്താ എന്നോട് എന്താ അങ്കിള് പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ വേറൊന്നുമല്ല മോളെന്ന് പറയാ. എന്താ? അതെ, ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരു കോഫി വെച്ച് തരുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അല്ല, അത് പിന്നെ ഞാൻ അപ്പച്ചി അറിഞ്ഞ, അതെ അപ്പച്ചി അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, മോള് തൽക്കാലത്തേക്ക് എനിക്കൊരു കോഫി വെച്ചാ. വയ്യാത്തൊരു ചെറുപ്പക്കാരനല്ലേ, അവന് കൊണ്ടൊരു കോഫി കൊടുക്കട്ടെ എന്ന് പറയണം. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് പിന്നെ അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയുമോ? എന്താ? അല്ല, ആ ചെറുപ്പക്കാരന്റെ അച്ഛന്റെ പേര് ശരിക്കും എന്താന്ന് ചോദിക്കുകയാണ്. അല്ല അങ്കിൾ, എന്നോട് സത്യം ഒന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ആലോചിച്ചു. ബാലൻ ആലോചിച്ചിട്ട് ഒരു വായിക്കൊള്ളാത്തൊരു പേരങ്ങോട്ട് പറയാണ്. മിത്രയ്ക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മോളൊരു കാര്യം ചെയ്യ്, ഒരു കോഫി എടുത്തോണ്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. മിത്ര പിന്നീട് അടുക്കളയിലേക്ക് വന്നു. അങ്ങനെ കോഫി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഈ സമയത്ത് കോഫി കുടിക്കാറില്ലോ, ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്കിള് പറഞ്ഞിട്ടാന്ന് പറയാം. അങ്കിള് പറഞ്ഞിട്ടോ? ആ ചെറുപ്പക്കാരന് വേണ്ടിട്ട്. ആഹാ, അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ആ ഗ്യാസും കൂടെ ഓഫ് ചെയ്യുകയാണ്. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോയി ചായ വെച്ച് കൊടുക്കണ്ടെന്ന് പറയണം. അല്ല, അത് പിന്നെ അപ്പച്ചി, ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്കിളിന് ആ സങ്കടാവില്ലേ, എന്നോട് ദേഷ്യം തോന്നില്ലേ? അങ്ങനെ ഇപ്പൊ ദേഷ്യപ്പെട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. എന്നെ അപ്പച്ചി എന്ന് ചോദിക്കണം. അവസാനം പറഞ്ഞു, എന്നാ മോള് കൊണ്ടേ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കാം, ഞാൻ തന്നെ വെച്ച് കൊണ്ടേ കൊടുക്കാം, അവന്റെ അണ്ണാക്കിലേക്ക് ഈ ചൂട് ചായ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഗോമതി ചായ വീണ്ടും തിളപ്പിച്ച് അങ്ങനെ ഗ്ലാസ്സിനകത്തേക്ക് പകർത്തി അതങ്ങോട്ട് കൊണ്ടുപോവാണ്. മിത്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ ഏതാ എങ്ങനെ എവിടെ ചെന്ന് എത്തുന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇനിയിപ്പൊ ആകാശും ആനന്ദും ആര്യനും ഒക്കെ ഈ ആഴ്ച ഇനിയിപ്പം അവനെ കയറി കാണുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ബാലനാണെങ്കിൽ ആകെപ്പാടെ സൈക്കോ മൈൻഡിലാണ് നിൽക്കുന്നത്. അവരൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താവും അറിയത്തില്ല. അടിച്ചിറക്കോ ഇനി അവസാനം ഗോമതിനെയാണോ അടിച്ചിറക്കാൻ പോകുന്നത്? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.